5 മീറ്റർ വീതി വരുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിഴക്ക് ദർശനത്തിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് സെമി ഫർണിഷ്ഡ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനരികിൽ പുക്കാട്ടുപടിയിലാണ്. 4.850 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിനോട് സമീപത്തായി മറ്റനേകം വീടുകളും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ തന്നെ 2 വീടുകൾ ഇതിനോടകം സോൾഡ് ഔട്ടായി കഴിഞ്ഞിട്ടുമുണ്ട്. മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി രമണീയ പശ്ചാത്തലത്തിലാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വീടിന് മുൻഭാഗത്തായി ആദ്യമേ സൂചിപ്പിച്ച പ്രകാരം 5 മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് റോഡാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വില്ല കമ്മ്യൂണിറ്റിയുടെ ആദ്യ ഭാഗത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു കോർണർ ഭാഗത്ത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രൈവസി നമുക്ക് ഈ വീട്ടിൽ ലഭ്യവുമാണ്. വീടിന്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഹോസ്പിറ്റലുകൾ, ATMകൾ, ബാങ്കുകൾ, എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, ക്ലിനിക്കുകൾ എന്നുവേണ്ട ഒരു മനുഷ്യന്റെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാകുന്ന ഒരു ഭംഗിയാർന്ന ഏരിയയിലാണ് വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. 5 മീറ്റർ വീതി വരുന്ന റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിക്കുവാനിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത്. 2 വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ്. നല്ലൊരു ഗാർഡൻ ഏരിയ എല്ലാം സെറ്റ് ചെയ്താണ് വീടിന്റെ മുൻഭാഗം നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും 500 മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 1.5 കിലോമീറ്ററും, രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും, ആലുവ ടൗണിലേക്ക് 7 കിലോമീറ്ററും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നത്. മുൻപേ സൂചിപ്പിച്ച പ്രകാരം മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് ഡിസൈനാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത്. വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇന്റീരിയർ വർത്തമാനങ്ങളിലേക്ക് പ്രവേശിക്കാം. വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. സിറ്റൗട്ടിൽ വളരെ മനോഹരമായിട്ടുള്ള വുഡൻ പാനലിംഗ് ആണ് നൽകപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തുറക്കുവാൻ കഴിയുന്ന രീതിയിൽ ഒറ്റപ്പാടയിൽ തീർത്ത ഡിജിറ്റൽ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ലോക്ക് സിസ്റ്റമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഫിംഗർ പ്രിന്റും ഫേസ് അൺലോക്കിംഗ് സിസ്റ്റവുമെല്ലാം ഇവിടെ നമുക്ക് കാണുവാനായി കഴിയും. മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ രാജകീയ ഇന്റീരിയർ ഡിസൈനുകളിലേക്കാണ്. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലിവിംഗ് ഏരിയ ഭാഗത്താണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയി വളരെ മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ വലിയൊരു TV യൂണിറ്റും നമുക്കായി മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ഏതൊരു വലിയ സിറ്റിയെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. നല്ല രീതിയിലുള്ള പ്രൈവസി നമുക്ക് ലിവിംഗ് ഏരിയ ഭാഗത്ത് നിന്ന് ഈ ഡൈനിങ് ഏരിയ സ്പേസിലും കിച്ചണിലും ലഭ്യവുമാണ്. ഏകദേശം 20ഓളം പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യവുമാണ്. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്റ്റ് ലഭിക്കുന്ന ഒരു പാഷ്യോ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. വാട്ടർ ഫൗണ്ടനുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ മനോഹരമായിട്ടുള്ള ഓപ്പൺ കിച്ചണിലേക്കാണ്. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വളരെ രാജകീയ പ്രൗഢി വിളിച്ചോന്ന തരത്തിലുള്ള
ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഇലക്ട്രിക് ചിമ്മിണിയും ഹോബും നൽകപ്പെട്ടിരിക്കുന്നു. ഭാവിയിൽ ആവശ്യമെങ്കിൽ കിച്ചൺ വർക്ക് ഏരിയ എടുക്കുവാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ബെഡ്റൂമുകളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത്. ഈ വീട്ടിൽ എടുത്തു പറയേണ്ട പ്രത്യേകത 4 ബെഡ്റൂമും ഫുള്ളി ഫർണിഷ്ഡായി തന്നെയാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ബെഡും കോട്ടുമെല്ലാം ഈ ഭാഗത്ത് കാണുവാനായി കഴിയും. ഭംഗിയായിട്ടുള്ള വലിയൊരു വാർഡ്രോബ് മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലക്ഷൂറിയസ് ബാത്റൂമിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. മുൻപേ സൂചിപ്പിച്ച പ്രകാരം ഈ ബെഡ്റൂമും ഫുള്ളി ഫർണിഷ്ഡായി തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന കോട്ടും ബെഡുമെല്ലാം ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും. AC-കൾ ഉൾപ്പെടെയാണ് ഈ വീട് നമുക്ക് സ്വന്തമാക്കുവാനായി കഴിയുക. വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. സ്റ്റെയറിൽ വുഡൻ ഫിനിഷിലോട് കൂടിയിട്ടുള്ള ഭംഗിയാർന്ന ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിലുകൾക്കായി ടഫൻ ഗ്ലാസും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു. സ്റ്റെയർ കയറി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. മനോഹരമായിട്ടുള്ള ഷാൻലിയറുകൾ കൊണ്ട് ഈ ഭാഗം സമ്പൂർണ്ണമായി അലങ്കരിച്ചിരിക്കുന്നു. നല്ല രീതിയിലുള്ള ഒരു വിശാലം ഫീലിംഗ് ആണ് നമുക്ക് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. ഇവിടെയായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ഭാഗത്തും ലഭ്യമാക്കിയിരിക്കുന്നതും. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഫുള്ളി ഫർണിഷ്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. VLDC ഫാനുകൾ സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയാർന്നിട്ടുള്ള ഒരു വലിയ വാർഡ്രോബും നമുക്ക് കാണുവാനായി കഴിയും. ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്കാണ്. ഭംഗിയാർന്നിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെയാണ് ഈ ബെഡ്റൂമും പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഫർണിഷ്ഡായി തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും VLDC ഫാനുകളും വലിയൊരു വാർഡ്രോബും നമുക്ക് കാണുവാനായി കഴിയും. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് അവസാന ബെഡ്റൂമും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ഭംഗിയാർന്ന ഡബിൾ ബാൽക്കണി ഭാഗങ്ങളിലേക്കുമാണ്. നമുക്ക് യൂട്ടിലിറ്റി ഏരിയ ഭാഗം ആവശ്യാനുസരണം സ്റ്റഡി ഏരിയയായിട്ടോ ഓഫീസ് റൂമൊക്കെ ആയിട്ടോ ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നതും. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ വിലയിലേക്കാണ് ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത്. കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ 4.850 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം സെമി ഫർണിഷ്ഡായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 1,15,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ ലക്ഷൂറിയസ് വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി.